പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 5:12. അവിടെ വചനം വെളിപ്പെടുത്താണ്: കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഒരു ഭക്തൻ പറയുന്നു, കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. അതായത് ഒരു നീതി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, തട്ടിപ്പും വെട്ടിമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്ന തോന്നലുകളൊക്കെ പിശാച് നമ്മൾ തരുമ്പോഴും പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ കൈവെടിയരുത്. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മൾ നിരാശരാകരുത്. കർത്താവ്, പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു കരുണ നമ്മൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അവസാനം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങളോടൊരു പ്രാർത്ഥനാ റിക്വസ്റ്റ് നടത്തുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് 11 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാനും എൻ്റെ ബാച്ചിലെ തന്നെ പുത്തൂരി ഇടവകയിലെ അംഗമായ മനോജ് താണിക്കലച്ചനും. ഞാൻ കിഴിപ്പിളിക്കര പള്ളി ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ മനോജത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. മനോജ് താണിക്കലച്ചൻ്റെ അമ്മ ഇന്നലെ മരണപ്പെട്ടു. ഇന്ന് സംസ്കാര ശുശ്രൂഷയാണ്. അച്ഛൻ്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. അതായത് ആകെ കൂടി ഒരു മകനാണുള്ളത്. 2 മക്കളാണ്, മഞ്ജു ഒരു സഹോദരി, അനിയത്തി, പിന്നെ മനോജച്ചനാണ്. ഒരു ആൺതരിയാണുള്ളത്. ആ കുടുംബത്തിലെ ഏക ആൺതരിയെ കർത്താവിന് സമർപ്പിക്കാൻ തക്ക വിധത്തിൽ കർത്താവ് ശരിക്കും ആ അമ്മേനെയും അപ്പച്ചനെയൊക്കെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. നമുക്ക് അങ്ങനെയുള്ള നല്ല മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയാം. ഒപ്പം മനോജച്ചൻ്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.